പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം ഞാനിവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28-ാമത്തെ വാക്യം. അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, യേശു തൻ്റെ പരശുശ്രൂഷയുടെ സമയങ്ങളിൽ, യേശു പ്രാർത്ഥിക്കാൻ പോകുന്ന സമയങ്ങളിലൊക്കെ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പോയി എന്ന് കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രാർത്ഥനയിൽ കർത്താവ് സമയം ചെലവഴിക്കുമ്പോഴൊക്കെയും പത്രോസിനും യോഹന്നാനും യാക്കോബിനും ഒരു അവസരം കിട്ടിയതുപോലെ, ഹല്ലേലൂയ, ഞാനും നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതെ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വളരെ ശക്തമായി സമയം ചെലവഴിച്ചതുപോലെ ഞാനും നിങ്ങളും പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്രമാത്രം സമയം ചെലവഴിക്കുന്നോ അതുപോലെ ദൈവം നമ്മെ അനുഗ്രഹിപ്പാടയായി തീരും. ഇന്ന് പലർക്കും പ്രാർത്ഥിക്കാൻ സമയമില്ല. പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ജീവിതം പലപ്പോഴും നിരാശപ്പെട്ടു പോകുന്ന അനുഭവങ്ങളാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥന എന്ന് പറയുന്നൊരനുഭവം നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ നീ കടന്നു പോകുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നിനക്ക് അതിജീവിക്കാൻ കഴിയും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതം തകരുന്നത് പ്രാർത്ഥനയില്ലാത്തത് കൊണ്ടാണ്. യേശു ആമേൻ പകൽ മുഴുവൻ ശുശ്രൂഷ ചെയ്യുകയും ആമേൻ രാത്രി മുഴുവൻ മലയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളത് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ്. കൂടാതെ യേശു അതിരാവിലെ നിർജ്ജന സ്ഥലത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് കാണാൻ കഴിയും. അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷകളെല്ലാം പ്രാർത്ഥനയിൽ ആരംഭിച്ച് തുടങ്ങിയതാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നീ ഏതൊരു പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥനയിൽ ആരംഭിച്ചിട്ടാണത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ നടുവിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. പ്രാർത്ഥിക്കുന്നവനെ ലോകം അറിഞ്ഞെന്ന് വരത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ നിരാശയുടെയും സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും നടുവിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. അങ്ങനെയുള്ള ഏത് സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയാലും, ഹല്ലേലൂയ, അവിടെ നാം മടുത്തു പോകാതെ യേശുവിനെ പോലെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. മറിയ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, അബ്രഹാമിൻ്റെ 100-ാമത്തെ വയസ്സിലുണ്ടായ തൻ്റെ ഏകജാതനായിരിക്കുന്ന മകൻ ഇസഹാക്ക്, കർത്താവ് ഒരിക്കൽ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ ഏകജാതനായിരിക്കുന്ന മകനെ നീ മോറിയാ മലയിൽ കൊണ്ടുവന്ന് യാഗം കഴിക്കുവാൻ. ദൈവം പറഞ്ഞ വാക്കുകൾ അബ്രഹാം അതേപോലെ ഏറ്റെടുത്തിട്ട്, ഹല്ലേലൂയ, അബ്രഹാം എന്താണ് ചെയ്തത്? തൻ്റെ ബാല്യക്കാരെയും കൂട്ടി കഴുത്തേക്ക് കോപ്പിട്ട് ഇസഹാക്കിനെ കൂട്ടി യാഗത്തിലുള്ള വിറകുമെടുത്ത് കത്തിയുമെടുത്ത് തീയുമെടുത്ത് യാത്ര ചെയ്തു. അങ്ങനെ അവർ 3 ദിവസം നടന്ന് മോറിയാ മലയുടെ അടിവാരത്തിൽ ചെന്ന് ആമീൻ ദാസന്മാരെയും കഴുതി അവിടെ നിർത്തിയിട്ട് അവരോട് പറഞ്ഞു, ഞാനും ഇസഹാക്കും കൂടെ പോയി യാഗം കഴിച്ചിട്ട് മടങ്ങി വരാം. അങ്ങനെ ദൈവവാക്ക് കേട്ട് അധികാലത്തെ യാത്ര ചെയ്ത അബ്രഹാം മോറിയാ മലയിൽ ചെന്ന് യാഗപീഠം ഒരുക്കി. അല്ലെങ്കിൽ തൻ്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ വേണ്ടി യാഗപീഠത്തിൽ കടത്തി. താൻ കത്തിയെടുത്ത് വെട്ടുവാൻ ഒരുങ്ങുമ്പോൾ സ്വർഗം സംസാരിച്ചു, അബ്രഹാമേ, അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവെക്കരുത്. ഹല്ലേലൂയ. അബ്രഹാം പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കോലാട് മുമ്പ് കുടുങ്ങിൽ കിടക്കുന്നത് കണ്ടു. അബ്രഹാം ആടിനെ എടുത്ത് യാഗം കഴിച്ച് ഇസ്ഹാക്കും അബ്രഹാമും കൂടെ പോന്നു എന്ന് കാണാൻ കഴിയും. അപ്പം അധികാലത്തെ ദൈവമുഖം അന്വേഷിച്ച് യാത്ര ചെയ്ത അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം അനുഗ്രഹങ്ങളെ ലഭിച്ചുവെങ്കിൽ ഇന്ന് പകൽ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ, അബ്രഹാമിനോട് ദൈവം കരുണ കാണിച്ചതുപോലെ നിൻ്റെയും ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, കർത്താവിന് അത്ഭുതം ചെയ്യുവാനുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാതെ ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂല അവസ്ഥയിലും നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ അത്ഭുതങ്ങൾ ഒരു കലവറ തന്നെ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. ഞാൻ ഈ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ പല നിരാശയോടെ, സങ്കടത്തോടെ, കണ്ണുനീരോടെ എന്നെ വിളിക്കാറുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തിൽ നിരാശപ്പെട്ടു പോയവർ, സങ്കടപ്പെട്ടു പോയവർ, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ അനവധി ആളുകളുണ്ട്. അവരെല്ലാം പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ആമേൻ, ജീവിതം തകർന്നു പാസ്റ്റേ. ഇല്ല, നിന്റെ ജീവിതം തകർന്നിട്ടില്ല.
ദൈവം നിന്നെ മാനിക്കുവാൻ ആഗ്രഹിക്കുക. നിന്റെ പ്രതിസന്ധികളെ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത് അത് തന്നെയാണ്. അതേ, തളരാതെ നിൽപ്പാൻ നീ തയ്യാറാകുന്നെങ്കിൽ, ആമേൻ, അധികാലത്തെ എഴുന്നേറ്റ് നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, ആമേൻ, ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതത്തെ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തും. വചനം പറയും, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതേ, നിനക്ക് ദൈവം തരാൻ പോകുന്ന നന്മയെക്കുറിച്ച് ഈ ലോകത്തിന് അറിയില്ല. ആമേൻ, നിന്റെ ഉറ്റവർക്കോ ഉടയവർക്കോ നിന്റെ ബന്ധുമിത്രാദികൾക്കോ ഹല്ലേലൂയ നിന്റെ സന്തത സഹചാരികൾക്കോ ആർക്കും ദൈവം എന്താണ് നിനക്ക് ചെയ്യാൻ പോകുന്ന അറിയില്ല. എന്നാൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ആമേൻ, യേശു നിന്റെ ജീവിതത്തിനൊക്കെ അത്ഭുതം ചെയ്യും. ഈ ഒരു രോഗിയായി കിടക്കുന്ന വ്യക്തിയാണോ, നിരാശയുടെ നടുവിലാണോ, പരാജയത്തിൻ്റെ നടുവിലാണോ, ആമേൻ, വിവാഹം കഴിക്കുവാൻ ആമേൻ പ്രായമായിട്ടും വിവാഹം നടക്കാത്ത അനുഭവമാണോ, ഒരു തലമുറയില്ലാതെ ഭാരപ്പെടുകയാണോ, ബിസിനസ്സിനകത്ത് നീ തകർന്ന വ്യക്തിയാണോ, അങ്ങനെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് നീ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ, അധികാലത്തെ എഴുന്നേറ്റ് അബ്രഹാം പ്രാർത്ഥിച്ചതുപോലെ, ആമേൻ, യേശു അധികാലത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതുപോലെ നീ കുടുംബമായി എഴുന്നേറ്റ് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, അത്ഭുതങ്ങളെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. സ്തോത്രം. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ചാട്ട്. ആമേൻ, ജീവിതത്തിൽ ഒരുപാട് നിരാശപ്പെട്ടു പോയ അനുഭവങ്ങളെ ആമേൻ എനിക്കറിയുവാനുണ്ട്. അനവധി നിരാശപ്പെട്ടു പോയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നത്തേത് ദൈവം ചെയ്ത ഉപകാരങ്ങൾ അവർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതേ, നിന്റെ ജീവിതത്തിൽ തിരമാലകൾ പോലെ പ്രശ്നങ്ങൾ കടന്നു വന്നേക്കാം, ചെങ്കടൽ പോലെയുള്ള വിഷയങ്ങൾ കടന്നു വന്നേക്കാം, യോർദാൻ പോലെയുള്ള വിഷയങ്ങൾ കടന്നു വന്നേക്കാം. നിന്നെ തകർക്കുവാൻ ശത്രു, ഹല്ലേലൂയ, പല പദ്ധതികളും ആവിഷ്കരിച്ചേക്കാം. പക്ഷെ നീ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. എതിരാളികൾ നിനക്ക് അനവധിയുണ്ട്, ശത്രുക്കൾ നിനക്ക് അനവധിയുണ്ട്, വെല്ലുവിളികൾ നിനക്ക് അനവധിയുണ്ട്. പക്ഷേ എന്തെല്ലാം ഉണ്ടെങ്കിലും പ്രാർത്ഥന എന്ന് പറയുന്ന ഒരായുധം നീ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിന്നെ ശത്രുവിനെ തൊടുവാൻ കഴിയില്ല. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്ന ശത്രുവിനെ ജയിക്കുന്നതാണ്, പരാജയത്തെ ജയിക്കുന്നതാണ്, രോഗത്തെ ജയിക്കുന്നതാണ്, കഷ്ടതയെ ജയിക്കുന്നതാണ്. അന്ധകാരത്തിൻ്റെ നടുവിൽ നമുക്ക് പ്രകാശിക്കുവാൻ പ്രാർത്ഥന ആവശ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ആമേൻ, യേശുവും ആമേൻ പത്രോസും യോഹന്നാനും യാക്കോബും കൂടെ ആ ഉയർന്ന മലയിൽ പോയി പ്രാർത്ഥിച്ചതുപോലെ പ്രഭാതത്തിൽ നീ എഴുന്നേറ്റ് നീ നിൻ്റെ ഭവനവും നിൻ്റെ മക്കളും കൂടെ ഒന്നിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുടങ്ങാൽ മടക്കുന്നെങ്കിൽ അവിടെയാണ് ദൈവത്തിന് അത്ഭുതം ചെയ്യുവാനുള്ളത്. ആമേൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലൊക്കെയും ആയിരിക്കുന്നവർ, ഈ കടൽക്കരയിലായിരിക്കുന്ന ജനങ്ങൾ, കർത്താവേ, ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വിവിധ ജോലി ചെയ്യുന്നവരുണ്ട്, വിവിധ സ്ഥലങ്ങളിൽ വന്ന് പാർക്കുന്നവരുണ്ട്, മീൻ പിടിക്കുന്നവരുണ്ട്, ആമീൻ കർത്താവേ, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, വിവിധമായ ജോലിയിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നപ്പാ. വിവിധ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവേ, ആശ്വാസത്തിൻ്റെ വഴി തുറന്നു കൊടുത്ത് സമാധാനത്തിന് അന്തരീക്ഷം ദൈവം കൊടുക്കണമേ. സകലത്തിന്മേലും നീതി വെളിപ്പെടുത്തിയാട്ട് പരാജയങ്ങൾ മാറിപ്പോകട്ടെ, രോഗങ്ങൾ മാറിപ്പോകട്ടെ, ശാപങ്ങൾ മാറിപ്പോകട്ടെ, അന്ധകാരങ്ങൾ മാറിപ്പോകട്ടെ. ദൈവമേ, ജനത്തിൽ വിടുതലയക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.